ക്ഷമേ വീണ്ടും SFIയുടെ സമരാഭാസം. ചെമ്പഴന്തി SN കോളേജിലെ പ്രിൻസിപ്പലിനെ അധ്യാപകനെ മർദ്ദിച്ചതായിട്ട് ഉള്ളൊരു കേസുമായിട്ട് ഇത് പരിശോധിക്കുമ്പോൾ SN കോളേജുകളിലാണ് കുറേ കാലമായിട്ട് ഈ SFI തിരുത്തൽ വരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്ത് ഈ SN കോളേജുകളിലാവുമ്പോൾ എന്ത് നടക്കും, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ കോളേജുകളോ അല്ലെങ്കിൽ മറ്റു ചില സമുദായത്തിൻ്റെ കോളേജുകളൊക്കെ ആകുമ്പോൾ ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ടാകും എന്നുള്ള ഒരു കാരണവും അതിനകത്ത് വന്നുകൂടെ? അതെ, SN കോളേജുകളെ നശിപ്പിക്കാനാണ് ഇവന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. SN കോളേജുകൾ മാത്രം ഇവന്മാർക്ക് എന്തിനാണ് ലക്ഷ്യമിടുന്നത്? SN കോളേജിൽ കയറി ഏത് SN കോളേജ് എടുത്ത് നോക്കും, ഇവന്മാർ അഴിഞ്ഞാട്ടം അവിടെ. ഇത് സമരമൊന്നുമല്ല. ഒരു അധ്യാപകൻ R. ബിജു എന്ന് പറയുന്ന കെമിസ്ട്രി വിഭാഗത്തിലെ അധ്യാപകൻ ആ കോളേജ് ചെമ്പഴന്തി SN കോളേജിനകത്ത് ബൈക്കുകൾ കയറ്റാൻ സമ്മതിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വാഹനങ്ങൾ ഓടിച്ച് കുട്ടികൾക്ക് അപകടം ഉണ്ടാകുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ വളരെ വേഗത്തിൽ ഇങ്ങനെ അഭ്യാസങ്ങളാണ്. ബൈക്ക് ഓടിച്ചകത്തോണ്ട് വെക്കുമല്ല, ഈ ബൈക്കുമായിട്ട് കോളേജിനുള്ളിൽ കയറി അഭ്യാസങ്ങൾ കാണിക്കുക. അതിനെ തുടർന്ന് അവിടുത്തെ മാനേജ്മെന്റ് തീരുമാനമെടുത്ത് ക്യാമ്പസിനുള്ളിൽ ബൈക്കുകൾ പ്രവേശിക്കേണ്ട എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഒട്ടുമിക്ക കോളേജുകളിലും ഗേറ്റ് കടന്നാൽ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഏരിയ ഇപ്പം അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. കുട്ടികളുടെ നടുവിലൂടെ മേളിലോട്ട്, അതായത് കോളേജിന്റെ ക്യാമ്പസിന്റെ ഉള്ളിലേക്ക് വരണ്ട, കാരണം ഇത് അപകടം ഉണ്ടാക്കും. ഇത് ഇവർ 4 ബൈക്കുകളിലായിട്ട് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച ഇവന്മാർ കയറി ചെന്നു, ക്യാമ്പസിനുള്ളിൽ കയറി. അപ്പോൾ ഈ അധ്യാപകനായിട്ടുള്ള R. ബിജു ഇത് ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ ഇവന്മാർ തെറി പറഞ്ഞു. പരസ്യമായി ആ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട്, അത്രയധികം കോളേജിലെ വിദ്യാർത്ഥികളുടെ മുന്നിലിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകനെ ഇവർ തെറി പറഞ്ഞു. ഒരു അധ്യാപകന് മാത്രമേ ആ വേദന മനസ്സിലാവുകയുള്ളൂ. ഒരു സ്വന്തം വിദ്യാർത്ഥി തന്നെ തെറി പറഞ്ഞാൽ, അത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തെറി പറഞ്ഞാൽ ഒരു അധ്യാപകൻ ഉണ്ടാകുന്ന മനോവിഷമം എന്തോന്ന് ഇവന്മാർക്കറിയില്ല. കാരണം ഇവന്മാർ അധ്യാപകർ ആവത്തില്ല. ഇത് പഠിച്ച് പാസ്സായാലേ ഇവരാവാൻ പറ്റൂ, അത് അവരാവത്തില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം കാർ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കാത്തു നിന്നു. അപ്പോൾ ഇദ്ദേഹം കാർ പാർക്ക് ചെയ്യുന്നിടത്ത് കാർ എടുക്കാൻ വേണ്ടി ഇദ്ദേഹവും അഭിലാഷ് എന്ന് പറയുന്ന ഒരു അധ്യാപകനോട് വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാറിൻ്റെ കീ ഉമാർ തട്ടിയെടുത്ത് ഇദ്ദേഹത്തിൻ്റെ കാലിൽ ചവിട്ടി ഉമാർ മുഖത്തടിച്ചു അധ്യാപകൻ്റെ. ഇവരെ പഠിപ്പിക്കുന്ന അധ്യാപന ഇവന്മാരെ പഠിപ്പിക്കും. ഇവരെ ക്ലാസ്സിൽ പോകണ്ടേ ഇവരെ പഠിപ്പിക്കാൻ? ഇവരെ എവിടെ പഠിക്കുന്നതെന്ന് ആ കോളേജിലുള്ള കോളേജ് നോക്കിക്കൊണ്ടിരിക്കുക ഇവർ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന്. ഇത് കെമിസ്ട്രി വിഭാഗത്തിലെ ഒരു അധ്യാപകനാണ്. ആ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകൻ അഭിലാഷ് എന്ന് പറഞ്ഞ അധ്യാപകൻ തടയാൻ ശ്രമിച്ചപ്പോൾ ആ അധ്യാപകനെ ഇവന്മാർ പിടിച്ചു തെറി പറഞ്ഞു. ഇതെല്ലാം CCTV-യിലുണ്ട്. അവിടെ CCTV-യിൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ പേര് പറയണം അതിൽ ആദ്യം. സെന്തിൽ, ആദിത്യൻ, ശ്രീജിത്ത്, അനന്തു. SFIയുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. SFIയുടെ ഭാരവാഹികൾ. ഇവന്മാർക്ക് എന്തിനാണ് ഈ സംഘടന ഇവന്മാർക്ക് ഭാരവാഹിത്വം കൊടുക്കുന്നത്? ഇവന്മാർ ക്ലാസ്സിൽ പോകത്തില്ല, ഈ അഭ്യാസങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകനെ പ്രശാന്തരൻ ഓർമ്മയുണ്ട്. ഇപ്പോൾ കൊയിലാണ്ടി, അതും ഗുരുദേവ കോളേജ്, SNDPയുടെ കോളേജ്. അതെ, SNDPയുടെ ഗുരുദേവ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്. അവിടെയാണ് ഇവന്മാർ കഴിഞ്ഞ 2 മാസം മുമ്പ് അവിടെ സുൽഭാസ്കർ എന്ന് പറയുന്ന പ്രിൻസിപ്പലിനെ ഇവന്മാർ തല്ലി. കോളേജിനുള്ളിൽ കയറി ഇവന്മാർ തല്ലി. അത് പോരാഞ്ഞിട്ട് ഇവന്മാർ അവിടെ നിന്ന് എന്ത് ചെയ്ത് വിളിച്ചു, ഈ പ്രിൻസിപ്പലിനെ അടിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടു. വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മളത് കണ്ടത്. ആ ദൃശ്യം ഒരു അധ്യാപകനെ കയറി ക്യാമ്പസിനുള്ളിൽ കയറി, അതും പുതുതായിട്ട് വരുന്ന വിദ്യാർത്ഥികൾ അവിടെ ഇരിക്കുകയാണ്. നിസാര പ്രശ്നമാണ് അവിടെ ഉണ്ടായത്. അതായത് അവിടെ ഇവരൊരു ഹെൽപ്പ് ഡെസ്ക് ഇട്ടു. ഈ ഹെൽപ്പ് ഡെസ്ക് ഇട്ടപ്പോൾ ഈ അധ്യാപകൻ പറഞ്ഞു, പ്രിൻസിപ്പൽ പറഞ്ഞു, എന്നോട് ചോദിക്കാതെ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ അതോറിറ്റിയാണ്. അദ്ദേഹത്തിന് പറയാം ഹെൽപ്പ് ഡെസ്ക് ഇടണോ വേണ്ടെന്നുള്ള പ്രിൻസിപ്പലിന്റെ പെർമിഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ ഒരു കോളേജ് യൂണിയന്റെ ചെയർമാൻ ആയിരുന്ന ആളാണ്. കൊല്ലം SN കോളേജിന്റെ ചെയർമാൻ ആയിരുന്നു ഞാൻ പ്രിൻസിപ്പൽ. ഞാൻ ഇനി എന്ത് തീരുമാനം എടുത്താലും പ്രിൻസിപ്പൽ പറയാതെ നടപ്പാകത്തില്ല അവിടെ. എനിക്ക് വേണമെങ്കിൽ എന്ത് തീരുമാനിക്കാം, എന്ത് കാര്യം. ഞങ്ങളിപ്പോൾ യൂണിയൻ്റെ പരിപാടികൾ ഇപ്പം നാളെ ഞാൻ ക്യാമ്പസിനുള്ളിൽ ഇന്ന പോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് പരിപാടി ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അത് നടപ്പാക്കാം, യൂണിയൻ നടപ്പാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിന് പ്രിൻസിപ്പലിന് അനുമതി വേണം. പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോയി പെർമിഷൻ ആദ്യം തലേദിവസമല്ല ഒരാഴ്ചയ്ക്ക് മുമ്പേ പോയിട്ട് പ്രിൻസിപ്പലിന് ഞാൻ ലെറ്റർ കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ പോയി അദ്ദേഹത്തിന് റിക്വസ്റ്റ് കൊടുക്കും. അതിനുശേഷം അദ്ദേഹം ചില പ്രാവശ്യം പറയും ഈ ദിവസം വേണ്ട, അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എക്സാം ഉണ്ട്, നമുക്ക് അത് മാറ്റിയിട്ട് വേറെ ഡേ വെക്കാന്ന് പറഞ്ഞ് നമ്മളത് സമ്മതിച്ച് കൊടുക്കുകയാണ്. അല്ല, അതിൻ്റെ അതോറിറ്റി അദ്ദേഹമാണല്ലോ. അതോറിറ്റി അതാണ്. ഞാൻ SFIയുടെ ചെയർമാനായിരുന്നു. ഇവന്മാരിത് എവിടെ നിന്ന് കയറി വരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഒരു അധ്യാപകനെ പിടിച്ച് അടിച്ചു. ആ കൂടെയുള്ള അധ്യാപകൻ തടയാൻ ശ്രമിച്ചപ്പോൾ അവരെ ആ മനുഷ്യനെ പിടിച്ച് തള്ളി അസഭ്യം പറഞ്ഞു. 4 എണ്ണത്തിന് ഇപ്പോൾ സസ്പെൻഷൻ. ഇവന്മാർക്ക് സസ്പെൻഷൻ അല്ല, ഇവന്മാരെ പിടിച്ച് പുറത്താക്കണം, ഡിസ്മിസ് ചെയ്ത് കളയണം. ഇനി കോളേജിനുള്ളിൽ ഇവന്മാർ കയറരുതെന്ന് മാത്രമല്ല ഇവന്മാരെ TC-യിൽ ഇത് രേഖപ്പെടുത്തി വിടണം.
ഇവരെ പുറത്താക്കുമ്പോഴേ ഇനി ഒരു ക്യാമ്പസിലും ഇവന്മാർ കയറാൻ സമ്മതിക്കരുത്. ഇത് സ്ഥിരം പരിപാടിയാക്കി വെച്ചിരിക്കുകയാണ്. അധ്യാപകരെ തല്ലുക. ഇവർക്ക് വിവരം എന്ന് പറയുന്ന സാധനമുണ്ട് പ്രശാന്ത് ഏട്ടാ. അല്ലേ, ഇതിനകത്ത് SFIയുടെ പഴയ ചരിത്രങ്ങൾ പരിശോധിക്കും. പഴയ പല സമരങ്ങളും പൊതുജനത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പ്രയോജനപ്രദമായിട്ടുള്ള പല സമരങ്ങളും പല കാര്യങ്ങളും അത് ഇടപെട്ടുള്ള സംഘടന തന്നെയാണ് SFI. പക്ഷേ ഇപ്പം എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. ഇതിനെ നിയന്ത്രിക്കാൻ ആളില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ നേതാക്കന്മാർ ഇത്രയ്ക്കും ക്രിമിനൽസുകളെ അറിയാതെ വെക്കുന്നതാണോ, എന്തുവായാലും എല്ലായിടത്തും ഈ പറയുന്ന പോലെ വിദ്യാർത്ഥികളുടെ പഠനത്തിന് ഉപകാരപ്രദമായിട്ടും അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനുമൊക്കെ അപ്പുറം ചില ഗുണ്ടകൾ മാത്രം SFIയുടെ ഭാരവാഹികളാവുക, എന്തൊരു വിദ്യാർത്ഥി ചെയ്തുകൂടാ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് SFIക്കാർ ചെയ്ത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഒരുപക്ഷെ SFIയെ തകർക്കാൻ വേണ്ടി ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആൾക്കാർ കയറി പറ്റുന്നതാണോ എന്ന് പോലും പല സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് SFI സംഘടന മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്ത് ഒരു വിദ്യാർത്ഥി എന്ന് പറയുന്ന ആൾ ചെയ്യരുതെന്ന് സമൂഹം നിഷ്കർഷിക്കുന്നു, അത് മാത്രം ചെയ്ത് ആ പ്രസ്ഥാനത്തെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മോശമാക്കുന്ന ഒരു നേതൃത്വമാണ് ഈ SFIയുടെ എല്ലാ ഭാഗങ്ങളിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അത് പരിശോധിക്കേണ്ടത്. ഇവന്മാർ ഒന്നാമത് അടിസ്ഥാനപരമായി ക്രിമിനൽസ് ആണ്. ഈ ക്രിമിനൽസിന് എന്ത് വേണം? ഇവന്മാർക്ക് കുറ്റകൃത്യങ്ങൾ ചെയ്യണം. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇവന്മാർ എന്ത് ചെയ്യുന്നു? അവന്മാർ തിരഞ്ഞെടുക്കുന്ന ഒരു സംഘടനയായി ഇത് മാറുന്നു. SFIക്കുള്ളിൽ ഇവന്മാർ കടന്നു കയറിയാണ്. ഇവന്മാർ SFI ഒന്നുമില്ല. ഇവന്മാർ SFI എന്നുണ്ടായെന്ന് ഇവന്മാർക്ക് ചോദിച്ചു നോക്ക്. എന്നാണ് SFI ഉണ്ടായെന്ന് ചോദിച്ചാൽ അവന്മാർക്ക് എന്തിനാ SFIയുടെ ഫുൾ ഫോം പറഞ്ഞാൽ ഇവന്മാർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ. ഇവന്മാർക്ക് ആ കൊടിയിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ള 3 വാക്കല്ലാതെ ഇതിൻ്റെ ബാക്കി ഒരു ചരിത്രം ഇവന്മാർക്ക് അറിയാനില്ല. ഇത് എവിടെ നിന്നുണ്ടായി, എങ്ങനെ വന്നു, ഇതൊന്നും ഇവന്മാർക്ക് അറിയില്ല. ഇവർക്ക് ചരിത്രം ഒന്നും സാധനമൊന്നുമില്ല. ഇവന്മാരെന്തോ ക്യാമ്പസിനുള്ളിൽ കയറി ഇവന്മാർക്ക് അഭ്യാസം കാണിക്കണമെങ്കിൽ SFIയുടെ പിന്തുണ വേണം. SFIയുടെ ഭാഗമായിട്ട് നിന്നാലേ ക്യാമ്പസുകളിൽ കാണിക്കാൻ പറ്റും. പിന്നെ SN കോളേജുകൾ തിരഞ്ഞെടുക്കുന്നു. ഞാൻ ഇടുക്കിയിൽ ഒരു SN കോളേജിൽ ഗസ്റ്റ് അധ്യാപകനായിരുന്നു. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജിൽ വരെ ഇവന്മാരുടെ അഭ്യാസം നമ്മൾ കാണുന്നതാണെന്നേ. ഞാൻ ആലോചിക്കാറുണ്ട് ഈ കുട്ടികൾ എന്തെങ്കിലും ഇങ്ങനെ പെരുമാറുന്നതെന്ന്. അവന്മാർക്ക് എന്താ പറയുക, ഒരു നിയന്ത്രണവും ഇല്ല. പിന്നെ കോളേജിനുള്ളിൽ കയറി എന്തും കാട്ടിക്കൂട്ടും. SN കോളേജുകളെ നശിപ്പിക്കുക. SNൻ്റെ സ്ഥാപനങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളാണ്. ഞാൻ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ. ആ കോളേജിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ. അപ്പോൾ അത് എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെയുള്ള അധ്യാപകരുടെ കഴിവും അവർ എത്രത്തോളം ഒരു വിഷയം, നമ്മളൊരു വിഷയം പഠിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് ഒരു അരമണിക്കൂർ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പഠിക്കേണ്ടിയിരിക്കുന്നത് തലേ ദിവസം നമ്മളിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുന്നത് ഒരു 3 മണിക്കൂറെങ്കിലും നമ്മളിത് കുത്തിയിരുന്ന് റെഫർ ചെയ്യണം. കാരണം അവർ എന്ത് ചോദ്യം ചോദിക്കും, എന്ത് ചോദിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റിൽ തന്നെ അവർക്ക് പല സംശയങ്ങൾ വരും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചോദിച്ചാലും കൃത്യമായി മറുപടി പറയുന്ന അധ്യാപകർ എന്ന പേരിൽ മാത്രം അല്ലാത്തവരാണ് SN കോളേജിലെ അധ്യാപകർ. മറ്റധ്യാപകരും അങ്ങനെ അന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ SN കോളേജിലെ അധ്യാപകർ ഞാൻ അവിടെ പഠിച്ചിരുന്നത് കൊണ്ട് ഈ ക്യാമ്പസിലെ അധ്യാപകരെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അധ്യാപകരെ അവരെ കൊണ്ടുള്ള എന്താ പറയുക ഗുണം അനുഭവിക്കാൻ ശ്രമിക്കാതെ അവരെ കൈകാര്യം ചെയ്യുക. മറ്റു കുട്ടികളുടെ അദ്ദേഹം പറഞ്ഞ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് അറിയുമോ? എനിക്ക് മനോവിഷമമുണ്ടത്. അല്ല, മനോവിഷമം വരും ഒരു അധ്യാപകനെ. ഈ ചിലപ്പം വളരെ ആധികാരികമായിട്ട് അവർക്ക് ഈ അധ്യാപകരെന്ന് പറയാൻ മാതാപിതാക്കൾക്കിടെ ഒരു ഇതുണ്ടല്ലോ. അവർക്ക് കോളേജിൽ വരുമ്പോൾ വിദ്യാർത്ഥികളൊക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെയാണെന്ന് കരുതുന്ന അല്ലാത്തവർ വളരെ കുറവാണ്. ഒരു 1 അല്ലെങ്കിൽ 4-5% കാണത്തുള്ളൂ. പക്ഷേ എന്നാലും 90-95% ആൾക്കാർ അവർ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ് കാണുന്നത്. അധ്യാപകർക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. ഗുരു എന്താണെന്ന്, അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്താണെന്ന് പരസ്പരമൊക്കെ ഉള്ള സങ്കല്പം ഉണ്ടല്ലോ. അതനുസരിച്ചായിരിക്കും ഇടപെടുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചോദിക്കും. ചിലപ്പോൾ അതിനൊരു ആധികാരികത പുള്ളിയെ മനസ്സിലാൻ കഴിയും. ഞാൻ അങ്ങനെ ചോദിക്കാൻ അധികാരപ്പെട്ടവരാണല്ലോ, അതുകൊണ്ട് എൻ്റെ പിള്ളേരുടെ എനിക്ക് ചോദിക്കാമല്ലോ. ആ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വളരെ മൃഗീയമായിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ മനോവിഷമം ഉണ്ടാവും, വേണമെങ്കിൽ ഹാർട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാവാം. എന്തുവായാലും ഒരു കാര്യം വളരെ കൃത്യമാണ്. SFIയുടെ ഈ രീതിയിലുള്ള പ്രകടനവും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള മോശമായ കാര്യങ്ങളുമൊക്കെ SN കോളേജുകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. SN കോളേജുകളെ കേന്ദ്രീകരിച്ച് നടത്തിയാലും ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഈ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി SFIക്ക് ആരെങ്കിലും അച്ചാരം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ തോന്നത്തക്ക രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തുവായാലും ഈ വിദ്യാർത്ഥി സംഘടന സമൂഹത്തിനും ആ വിദ്യാർത്ഥികൾക്കും മാതൃകയാവേണ്ടതും അവരുടെ താല്പര്യങ്ങൾ, വിദ്യാർത്ഥി താല്പര്യങ്ങളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പം അതൊന്നുമല്ല, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ക്രിമിനൽസ് ഇതിനകത്ത് കയറിപ്പറ്റിയിരുന്നതാണ്. നമുക്ക് ഇതിൽ നിന്ന് ക്രിമിനൽസ് ഇതിനകത്ത് കയറിപ്പറ്റിയിരിക്കുന്നു എന്നാണ് ശ്യാം പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. പണ്ടൊക്കെ ഈ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്യാം ഏതാണ്ട് ചെയർമാനാണെന്നല്ലേ, അപ്പം ആ ഭാരവാഹികളെ പറ്റി പാർട്ടി സംവിധാനവും SFI സംവിധാനവും വളരെ കൃത്യമായിട്ട് തിരക്കി യോഗ്യനാണെങ്കിൽ കൊടുത്തിരുന്ന ഒരു കാലമൊക്കെ നമുക്കറിയാമായിരുന്നു. ഇപ്പം അത് സംഭവിക്കുന്നില്ലെങ്കിൽ അത് SFIയുടെ കുഴപ്പമാണ്,
ആ സംവിധാനത്തെ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ കുഴപ്പമാണ്. അതൊക്കെ മാറിയില്ലെങ്കിൽ ഇവർ ആ പ്രസ്ഥാനത്തെ കൊണ്ട് പോകും എന്ന് പറയാനേ നമ്മൾ കഴിയുള്ളൂ. അല്ല, ഇവർക്ക് സി പി എമ്മിനെ നമുക്കറിയാലോ, പാർട്ടി SFIക്ക് ചുമതല കൊടുക്കുന്ന എല്ലാ ജില്ലാ കമ്മിറ്റിയിലും ഒരു പാർട്ടി സെന്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് SFIയുടെ ചുമതല കൊടുക്കാറുണ്ട്. ഇദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ നടപടി എടുത്തോളൂ? ഇവരെല്ലാം പിടിച്ച് പുറത്താക്കണമെന്നേ. അതെ. പിന്നെ SN മാനേജ്മെന്റ് സ്ട്രോങ് ആയിട്ട് തന്നെ ഇടപെടണം. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കാൻ പറ്റില്ല. SN സ്ഥാപനങ്ങളെല്ലാം ഇവന്മാർക്ക് കയറി നിരങ്ങാനുള്ളതാണോ? വേറെ എങ്ങും പോയി അഭ്യാസം കാണിക്കുന്നില്ലല്ലോ. വേറെ എവിടെയെങ്കിലും അഭ്യാസം കാണിച്ചാൽ നല്ലപോലെ വിവരം അറിയും. അവർ കൊണ്ട് ഹൈക്കോടതി പോകും. ഹൈക്കോടതി പോയിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കണം എന്ന് പറഞ്ഞുള്ള ഉത്തരവ് ഹൈക്കോടതി പോയി മേടിച്ചുകൊണ്ട് വരും. മേടിച്ചുകൊണ്ട് വന്നിട്ട് ആ ഉത്തരവ് വെച്ചിട്ട് എന്ത് ഇവന്മാരെ ഓപ്പറേറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ സംഘടിതമായിട്ട് ഇടപെടും. സംഘടിതമായിട്ട് അവർ ഇടപെട്ട് കളയും. അവർ വേറെ ഒരു സ്ഥാപനത്തിലും സമ്മതിക്കില്ല. ഇവന്മാരൊന്നും ഇല്ല. നല്ല KSRTC ബസ് പോലെ എന്താ പറയുക, ഒരു സമരം ഉണ്ടായാലും അറിയാലോ, ഒരു സമരമോ പ്രശ്നമോ റോഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു KSRTC ബസ്സിന് കല്ലെടുത്തെറിയുന്നത് ഇവിടുത്തെ ഒരു സ്റ്റൈലായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അത് പിന്നീട് പുരോഗമനം സംഭവിച്ച് PDPP ആക്ട് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചാലേ പ്രതികളെ പിടിച്ച കാശടച്ചാലേ ജാമ്യം കിട്ടത്തുള്ളൂ. ഒരു പുരോഗമനം ഇതിനകത്ത് ഉണ്ടായിട്ടില്ല. ഇത് തന്നെ കാര്യം. അതായത് നിയമത്തിന്റെ വഴിക്ക് പോയ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ അവിടെ നിൽക്കും. SN കോളേജിൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അതിനെതിരെ നടപടിയെടുക്കാമെങ്കിൽ അവിടെ നിൽക്കും. അതെ, SN ട്രസ്റ്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആരാണ്? അവർ സംഘടിതമായിട്ട് അവിടെ നിൽക്കും. സംഘടിതമായി നിൽക്കണം. സംഘടിതമായിട്ട് വലിയ SN കോളേജ് ഈ SN ശ്രീനാരായണ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സംവിധാനമാണ്. അവരെന്തിനാ ഇവന്മാരെ പേടിക്കുന്നത്? പോയി പണി നോക്കാൻ പറയണം. അവർ ഹൈക്കോടതി പോകണം. ഹൈക്കോടതി പോയിട്ട് ഉത്തരവ് മേടിക്കണം. വിദ്യാർത്ഥി രാഷ്ട്രീയം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട. അത് അനുവദിക്കാൻ പറ്റത്തില്ല. ഇത്ര ക്രിമിനൽസിനെ വെച്ചിട്ടുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയം പ്രശാന്തേട്ടൻ പറഞ്ഞ പോലെ വിദ്യാർത്ഥിക്ക് ഗുണമായിരിക്കണം. വിദ്യാർത്ഥിക്ക് ഗുണപ്പെടേണ്ടതാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം. അല്ലാതെ വിദ്യാർത്ഥിയെ പിടിച്ച് FIR ഇട്ട് പിന്നെ കേസി പ്രതിയാക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയം ശരിയല്ല. ഒരു കുട്ടിയുടെ ഭാവി നശിപ്പിക്കുന്നത് ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ കാരണമാണെങ്കിൽ അത് വേണ്ടാന്ന് പറയാൻ നമുക്ക് പറ്റണം. ശരി.